നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഠിനകുളം ആതിര കൊലപാതകത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന പ്രതി ജോൺസന്റെ മൊഴി രേഖപ്പെടുത്താനാവാതെ അന്വേഷണ സംഘം. ഡോക്ടറുടെ അനുമതിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയ ശേഷമേ മൊഴിയെടുക്കാനാവുകയുള്ളൂവെന്ന് കഠിനകുളം SHO BS സാജൻ പറഞ്ഞു. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പിന്നീട് സ്വീകരിക്കും. ആതിരെ കിടപ്പുമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി ജോൺസന്റെ മൊഴി. കൃത്യം നടന്ന ദിവസം പ്രതി തന്റെ പെരുമാതറയിലെ മുറിയിൽ നിന്നും രാവിലെ 6:30 ആതിര താമസിക്കുന്ന വീടിന് സമീപമെത്തി. ആതിര മകനെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ ഒളിച്ചു നിന്നു. ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും ജോൺസന്റെ മൊഴിയിലുണ്ട്. പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയെന്നും കുട്ടി സ്കൂളിൽ പോയെന്നും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസൺ വീടിനുള്ളിൽ പ്രവേശിച്ചത്. വീട്ടിലെത്തിയ പ്രതിക്ക് ആതിര ചായ നൽകി. ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ കിടപ്പുമുറിയിലെ മെത്തക്കടിയിൽ ഒളിപ്പിച്ചു. പിന്നീട് ശാരീരിക ബന്ധത്തിനിടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കിയെന്നാണ് പ്രതി നൽകിയ മൊഴി. ജോൺസൺ ധരിച്ച ഷർട്ടിൽ രക്തമായതിനാൽ അത് വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം ഭർത്താവിന്റെ മറ്റൊരു വസ്ത്രം ധരിച്ച് ആതിരയുടെ സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം താൻ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നും പ്രതി പറയുന്നുണ്ട്. ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ ഹൗസെ. ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത്. വിവാഹിതനും 3 മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത്. കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആതിര ഇയാൾ നിർബന്ധിച്ചു. ആതിര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി. ആതിരയുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ നീള തെരച്ചിലിന് ശേഷം കോട്ടയം കുറിച്ചിയിൽ നിന്നാണ് ചിങ്ങവന പോലീസ് ഇയാളെ പിടികൂടിയത്. ബൈക്കടക്കം വിറ്റിട്ടാണ് ആതിരയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിയതെന്ന് കഠിനകുളം കൊലപാതകത്തിലെ പ്രതി ജോൺസൺ പറയുന്നു. കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് കൊണ്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയത്. പോലീസ് പിടിയിലാകുന്ന ഉറപ്പായപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ഇയാൾ പറഞ്ഞു. ആതിരയെ കുത്താനുള്ള കത്തി ചിറയൻകീഴിൽ നിന്നാണ് വാങ്ങിയത്. ഈ മാസം 7-ാം തീയതി തമ്മിൽ കണ്ടു. അന്ന് തന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ഡിസംബർ 7 മുതൽ ജനുവരി 7 വരെ ചിങ്ങവനത്തെ വീട്ടിൽ ഹോം നഴ്സായി ജോലി നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിലെത്തിയത്. പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയതും കുട്ടി സ്കൂളിൽ പോയതും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു കൃത്യം നടത്താനായി വീടിനുള്ളിലേക്ക് കയറിയത്. ഈ സമയം ആതിരയെ ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പറഞ്ഞയച്ച ശേഷം കിടപ്പുമുറിയിലെ മെത്തയ്ക്കടിയിൽ കത്തി ഒളിപ്പിക്കുകയായിരുന്നു. പിന്നീടായിരുന്നു കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കിയത്. ആതിരയെ ഭാര്യയാക്കാൻ ജോൺസൺ കള്ളക്കളികൾ 7 മാസം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. എല്ലാം ഭർത്താവിനോട് പറയുമെന്ന് ഭയപ്പെടുത്തി. ആതിരയെ ഭയപ്പെടുത്താനായി ഇതിനുള്ള പലവിധ തന്ത്രങ്ങളും ജോൺസൺ നടത്തി. ഇതിനായി രാജീവിനെ വിളിച്ചിരുന്നു. രാജീവിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും. ഫോൺ എടുത്താൽ പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഹോൾഡ് ചെയ്യും. ഒരേ നമ്പറിൽ നിന്നുള്ള വിളി സ്ഥിരമായതോടെ രാജീവിന് ദുരൂഹത തോന്നി. ആരാണെന്നും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാൻ ദീർഘനേരം ഫോണിൽ രാജീവ് ഹലോ പറഞ്ഞു. ചില കോളുകൾ 5 മിനിറ്റ് വരെ പോയിട്ടുണ്ട് എന്നാണ് രാജീവ് നൽകുന്ന സൂചന. അങ്ങനെ പലതും രാജീവ് പറഞ്ഞിട്ടുണ്ട്. രാജീവുമായി താൻ 5 മിനിറ്റെല്ലാം സംസാരിച്ചുവെന്നും എല്ലാം പറഞ്ഞുവെന്നും ആതിരയെ ഭയപ്പെടുത്താൻ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഉപയോഗിച്ചുള്ള തന്ത്രമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. അതേസമയം ആതിരയുടെ ഭർത്താവ് രാജേഷ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട്. ഈ വീട്ടിലേക്ക് പട്ടാപ്പകൽ ഒരാൾ വന്നു കയറിയതൊന്നും ഭർത്താവ് അറിഞ്ഞിരുന്നില്ല. ആതിരയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചതും ഭർത്താവായിരുന്നു. ഈ സാഹചര്യത്തിൽ രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതിനിടെയായിരുന്നു ജോൺസനെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.